ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദി ADAS മോഡൽ ഇൻ റിയൽ ബിസിനസ് സൈക്കിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ ADAS മോഡൽ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ മോഡൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. റിയൽ ബിസിനസ് സൈക്കിളിൻ്റെ തിയറിയിലേക്ക് അതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ADAS മോഡൽ വർക്ക്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. അപ്പോൾ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത് പ്രധാനമായിട്ടും ആഗ്രിഗേറ്റ് ഡിമാൻഡിലും ആഗ്രിഗേറ്റ് സപ്ലൈയിലും ഉണ്ടാകുന്ന ചേഞ്ചസ് അത് ലേബർ മാർക്കറ്റിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ADAS മോഡലിൽ കണ്ടത്. അത് റിയൽ ബിസിനസ് സൈക്കിളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലേബർ സപ്ലൈനെ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പ്രകാരം ലേബർ സപ്ലൈ വിൽ ബി അഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ് ഇൻ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ലേബർ സപ്ലൈ കൂടും. വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്, when the real interest rate rises, there will be more labor supply. കാരണം എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ, മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ലേബേഴ്സിന് അവരുടെ ഇൻകത്തിൽ നിന്ന് കൂടുതൽ ഇൻകം, അവരുടെ ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൂടുതൽ ഇൻകം അവർക്ക് കിട്ടും. അപ്പോൾ അവർ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ദേ വിൽ ഗെറ്റ് മോർ ഇൻകം ആൻഡ് ദേ ക്യാൻ ഇൻവെസ്റ്റ് ദ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുമ്പോൾ ലേബേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ ദേ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ലിഷർ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ നമ്മൾ വേജസ് കൂടുന്ന അതേ എഫക്റ്റ് തന്നെ ഉണ്ടാകും. വേജസ് കൂടുന്ന അതേ എഫക്റ്റ് തന്നെ ഇക്കണോമിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ADAS മോഡലിലെ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. എന്താ? ഇക്കോണമി, ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ്, ദ വർക്കർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ലിഷർ. വർക്കേഴ്സ് കൂടുതൽ വർക്ക് എടുക്കുന്നു, കുറച്ച് മാത്രം ലിഷർ എടുക്കുന്നു. സോ ദ ലേബർ സപ്ലൈ വിൽ ബി ഇൻക്രീസ്. കാരണം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ വർക്കേഴ്സിന് കൂടുതൽ ഇൻകം കിട്ടും. അപ്പോൾ അവർക്ക് ആ ഇൻകം കൂടുതൽ ബാങ്കിൽ ഇട്ടാൽ അവർക്ക് കൂടുതൽ പലിശ കിട്ടും. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് പ്രയോജനമാണ്. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതോറും അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കി അത് കൂടുതൽ അതിന് പലിശ വരുമാനം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇക്കോണമിയിലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുമ്പോൾ വർക്കേഴ്സ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ലിഷർ. കൂടുതൽ വർക്ക് എടുക്കുകയും കുറച്ച് മാത്രം ലിഷർ എടുക്കുകയും ചെയ്യുന്നു. സോ ദ ലേബർ സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് അപ്പ് വേർഡ്. ലേബർ സപ്ലൈ കർവ് വർദ്ധിക്കുന്നു. ദാറ്റ് വിൽ ഇൻക്രീസ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത് ഒരു എഫക്റ്റാണ്. അപ്പോൾ ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ലേബർ സപ്ലൈ, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇക്കോണമിയിൽ കൂടുമ്പോൾ ലേബർ സപ്ലൈ വർദ്ധിക്കുകയും അതുപോലെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും എല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട്, അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആഗ്രിഗേറ്റ് സപ്ലൈ ആയിട്ട് പോസിറ്റീവ് റിലേഷനാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്കോണമിയിൽ റൈസ് ചെയ്യുമ്പോൾ ലേബർ സപ്ലൈ കൂടും, ആഗ്രിഗേറ്റ് സപ്ലൈ കൂടും, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ലേബർ സപ്ലൈ. ഇതാണ് നമുക്ക് ആഗ്രിഗേറ്റ് സപ്ലൈനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആണെങ്കിലോ, ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇൻ്റർവെൻഷൻ കൊണ്ടാണ്. അത് നമ്മൾ അതിൻ്റെ റിയൽ ബിസിനസ് സൈക്കിളിൻ്റെ എഫക്റ്റ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. റിയൽ ബിസിനസ് സൈക്കിളിൽ മോണിറ്ററി പോളിസിക്ക് വലിയ റോളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ചെയ്യാൻ സാധിക്കുന്നത് അത് ഫിസ്ക്കൽ പോളിസിക്ക് മാത്രമാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിക്ക് മാത്രമാണ് കാര്യമായ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഇക്കോണമി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ഒരു എക്സ്പാൻഷറി ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് അപ്വേർഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയും ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും എല്ലാം വർദ്ധിക്കുന്നതിനും കാരണമായിട്ട് തീരും. അന്നേരം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും, ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും കൂടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം, ഒന്നാമത് പറഞ്ഞ കാര്യം, ഇക്കോണമിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുകയാണെങ്കിൽ, അത് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുവാണെങ്കിൽ അത് ആഗ്രിഗേറ്റ് സപ്ലൈനെ വർദ്ധിപ്പിക്കും. ആഗ്രിഗേറ്റ് സപ്ലൈയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് പോസിറ്റീവ് റിലേഷനിലാണ് ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പോളിസി, ഒരു ഫിസ്ക്കൽ പോളിസി, മറ്റൊരു പോളിസി ഉപയോഗിക്കുകയാണെങ്കിൽ, അവർ എക്സ്പാൻഷറി പോളിസി, ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡും വർദ്ധിക്കുന്നു. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും വർദ്ധിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് രണ്ട് കേസുകളിലും ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും എല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസനാണ് നമുക്കിവിടെ ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി, ഈ ADAS മോഡൽ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. ഇനി നിങ്ങൾ ഡയഗ്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, രണ്ട് കേസിലും നമ്മളുടെ ഇത് ADAS മോഡൽ റിയൽ ബിസിനസ് സൈക്കിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ AD ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് റിയൽ AS എന്ന് എഴുതിയേക്കാനാണ് ആദ്യത്തെ നമ്മുടെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്. So the AD is the original aggregate demand curve and real AS is our initial aggregate supply curve.
അപ്പോൾ രണ്ടും തമ്മിൽ ഇവിടെ ഇക്വിലിബ്രിയത്തിലാകുന്നു. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം, അപ്പോൾ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് OM ആണ്. OM വിൽ ബി ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് അറ്റ് ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR. വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORൽ വെച്ചുകൊണ്ട് OM ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇൻകവും എംപ്ലോയ്മെൻറ്റുമാണ് നമ്മൾ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. OM ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് OR വെൻ ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് AD ആൻഡ് ദ ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് റിയൽ AS. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ടു AD1 ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് ടു AS1. ഞാൻ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയിരിക്കുന്നത് ആഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടിയ അളവിലാണ്. ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് കൂടുതലാണ്. AD1 ഡിസ്റ്റൻസ് ഈ റിയൽ ASഉം AS1 ഡിസ്റ്റൻസിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ദാറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ ചേഞ്ചസ് ഇൻ റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടിയ അളവിലാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. എഫക്റ്റ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ റൈസസ് ബൈ എ സ്മോൾ റേറ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെറിയൊരു റൈസ് ഉണ്ടാകുന്നു. അതായത് അത് ORൽ നിന്ന് OR1 ആയിട്ട് കൂടുകയും, പക്ഷേ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാകുകയും ചെയ്തു. ഇറ്റ് വിൽ ഇൻക്രീസസ് ഫ്രം OM to OM1. സോ ദർ ഈസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി കൊണ്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി. ആ ആഗ്രിഗേറ്റ് ഡിമാൻഡിലെ വർധനവ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് സപ്ലൈയിലെ വർധനവിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത്? ഇക്കോണമിയിൽ കൂടിയ അളവിൽ ഇൻകവും ഔട്ട്പുട്ടും എല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ കുറഞ്ഞ അളവിൽ മാത്രമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ. കൂടിയ അളവിൽ ഇൻകവും എംപ്ലോയ്മെൻറ്റും വർദ്ധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ADയും റിയൽ ASഉം തമ്മിലുള്ള ഈ പോയിന്റ് OM ഇൻകം ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് അറ്റ് OR റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രിഗേറ്റ് സപ്ലൈയിൽ വരുന്ന ചേഞ്ച് വളരെ കൂടുതലാണ്. ആഗ്രിഗേറ്റ് സപ്ലൈ ദർ ഈസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ആഗ്രിഗേറ്റ് സപ്ലൈ. ആഗ്രിഗേറ്റ് സപ്ലൈ വളരെ ചേഞ്ച് ഉണ്ടായി. അതേസമയം ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ വളരെ സ്മോൾ ചേഞ്ച് മാത്രമാണ് ഉണ്ടായുള്ളൂ. AD1 ഡിസ്റ്റൻസ് കുറവാണ്. അതേസമയം റിയൽ ASഉം AS1 തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലുമാണ്. അങ്ങനെയുള്ള അളവിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഓൺലി ദർ ഈസ് എ വെരി സ്മോൾ ഇൻക്രീസ് ഇൻ ദ ഇവിടെയല്ല, പോയിൻ്റ് കുറച്ചപ്പോൾ തെറ്റിപ്പോയതാണ്, എക്സ്ക്യൂസ് മീ. ഇവിടെയാണ് വരുന്നത് ASഉം AD1. ദിസ് വിൽ ബി M1. ഓക്കെ, AS1ഉം AD1ഉം തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് ഇവിടെ ഇത് വരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഇൻകത്തിലും എംപ്ലോയ്മെൻറ്റിലും ഉണ്ടായ വർധനവ് കുറച്ചുകൂടെ കുറവാണ്. അതായത് ആഗ്രിഗേറ്റ് സപ്ലൈയിൽ ഷാർപ്പ് ഇൻക്രീസും ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ കുറഞ്ഞ ഇൻക്രീസും ഉണ്ടായപ്പോൾ ദർ വിൽ ബി എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫ്രം OM to OM1. അതേസമയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഇതിനും ഏകദേശം തുല്യമായ രീതിയിലുള്ള വർധനവാണ് രണ്ടിലും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ RR1 ഡിസ്റ്റൻസും M1 ഡിസ്റ്റൻസും ഏകദേശം തുല്യമാണ്. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടായ വർധനവും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായ വർധനവും ഏകദേശം തുല്യമാണ് ഈ രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടിയ അളവിൽ വർദ്ധിക്കുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ കേസിലാണെങ്കിൽ ദർ വിൽ ബി എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ദ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇൻകവും എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും എല്ലാം വളരെ കൂടിയ അളവിൽ മാത്രം ഇൻക്രീസ് ചെയ്യും. അതേസമയം ആഗ്രിഗേറ്റ് സപ്ലൈ ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാൾ കൂടിയ അളവിൽ ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഇൻകവും എംപ്ലോയ്മെൻറ്റും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇൻക്രീസ് ഉണ്ടാകുകയുള്ളൂ. ഈ ഒരു വ്യത്യാസം ആണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത്. അപ്പോൾ രണ്ടിലും ചേഞ്ച്, ഇക്കോണമിയിലെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ആഗ്രിഗേറ്റ് ഡിമാൻഡിലും സപ്ലൈയിലും ചേഞ്ച് ഉണ്ടാക്കും. പക്ഷേ ഇക്കോണമിക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത് എപ്പോഴാണ്? ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ബി മോർ ദാൻ ദ ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈയിൽ വരുന്ന ചേഞ്ചിനേക്കാൾ കൂടിയ ചേഞ്ച് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻക്രീസ് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുമ്പോൾ മാത്രമാണ് ഇക്കോണമിക്ക് ബെനിഫിഷ്യലായി വരുന്നത്. അല്ലെങ്കിൽ ഇക്കോണമിയിൽ ഔട്ട്പുട്ടും ഇൻകവും എംപ്ലോയ്മെൻറ്റും എല്ലാം വളരെ കൂടിയ അളവിൽ റൈസ് ചെയ്യുന്നു. അല്ലാത്ത അളവിൽ രണ്ട് കേസിലും ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഇൻക്രീസ് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വളരെ കുറഞ്ഞ റേറ്റിൽ മാത്രമാണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും സപ്ലൈ കൂടുതൽ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഡിമാൻഡ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്
കൂടുതൽ ഇൻക്രീസ് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി നമ്മൾ ഈ ADAS മോഡലിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലൂടെ നമ്മളോട് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയിൽ നമ്മൾ പ്രധാനമായിട്ട് വേറൊരു കാര്യവും കൂടെ ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി അതായിട്ടൊരു ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഇവരെ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഷോക്സാണ്. പെട്ടെന്നുണ്ടാകുന്ന ടെക്നോളജിക്കൽ ഷോക്സിനെ പറ്റിയിട്ടാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഷോക്സ്, റാൻഡം ഷോക്സ്, ആ രണ്ട് പ്രധാനപ്പെട്ട ഇഫക്റ്റാണ് ഒരു ഇക്കോണമിയിൽ ഉണ്ടാക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അത് രണ്ട് പ്രധാനപ്പെട്ട എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിമാൻഡ് സൈഡ് എഫക്റ്റും മറ്റൊന്ന് സപ്ലൈ സൈഡ് എഫക്റ്റുമാണ്. സപ്ലൈ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിയൽ ബിസിനസ് സൈക്കിൾ പറഞ്ഞ കാര്യമാണ്. ദ ടെക്നോളജിക്കൽ ഷോക്സ് വിൽ ഇൻക്രീസ് ദി ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സുകളുടെ സപ്ലൈ വളരെയധികമായിട്ട് കൂട്ടും. ടെക്നോളജിക്കൽ ഷോക്സ് ഉണ്ടാകുന്ന സപ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നതാണ്. സപ്ലൈയിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കൂടുതൽ ഗുഡുകൾ ഇക്കോണമിയിൽ സപ്ലൈ ചെയ്യപ്പെടും. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഇൻക്രീസസ് അറ്റ് എ ഷാർപ്പ് റേറ്റ്. അതാണ് ഈ സപ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഷോക്സിൻ്റെ. ടെക്നോളജിക്കൽ ഷോക്സിൻ്റെ രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് സൈഡ് എഫക്റ്റാണ്. ഡിമാൻഡ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടെക്നോളജിക്കൽ ഷോക്സ് വിൽ ഓൾസോ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ ഡിമാൻഡ് ഫോർ ഗുഡ്സും ടെക്നോളജി ഇൻക്രീസ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് അത് നമുക്കറിയാം. അപ്പോൾ ടെക്നോളജി കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇക്കോണമിയിൽ ആളുകളുടെ ഇൻകവും വർദ്ധിക്കും. അതിനനുസരിച്ച് വർദ്ധിക്കും. ഇൻകം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സും വർദ്ധിക്കും. അപ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സിനെയും വർദ്ധിപ്പിക്കാനായിട്ട് ടെക്നോളജി കാരണമായിട്ട് തീരും. അപ്പോൾ ഇത് രണ്ടും ടെക്നോളജിയുടെ എഫക്റ്റ് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ്. ടെക്നോളജിക്കൽ ഷോക്സിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. മാത്രമല്ല ടെക്നോളജിക്കൽ ഷോക്സ് ഈ ആളുകളുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിനെ റൈസ് ചെയ്യും. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇൻട്രസ്റ്റ് വഴിയായിട്ട് ആൾക്കാർക്ക് കൂടുതൽ ഇൻകം കിട്ടും. കൂടുതൽ ഇൻകം ഇൻട്രസ്റ്റ് വഴിയായിട്ടും കിട്ടും. അപ്പോൾ ആ എക്സ്ട്രാ ഇൻകം കൂടി ഉള്ളത് കൊണ്ടും ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഡിമാൻഡും വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് തീരും. അപ്പോൾ ടെക്നോളജിക്കൽ ഷോക്സ് വിൽ ഇൻക്രീസ് ബോത്ത് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള ഒരു കേസിൽ പലപ്പോഴും നമ്മൾ ഒരു പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്സ് ആയിട്ട് നമ്മൾ ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയിൽ പറയുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ലേബർ മാർക്കറ്റ്. ഈ ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആൾക്കാരുടെ ഈ ഇൻ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആ പ്രോസസ്സ് കൊണ്ട് തന്നെയാണ് ഒരു ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാകുന്നത്. അതായത് പെട്ടെന്ന് പലപ്പോഴും ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിൽ ഈ ഡിമാൻഡിൽ ഉണ്ടാകുന്ന നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഡിമാൻഡിൽ ഉണ്ടാകുന്ന ആ വർധനവ് അത് മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് എ ടൈം. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്തൊരു കാര്യം പറഞ്ഞു, ഇൻകവും എംപ്ലോയ്മെൻറ്റും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിമാൻഡ് സപ്ലൈനേക്കാൾ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് ഇൻകവും എംപ്ലോയ്മെൻറ്റും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ടെക്നോളജിക്കൽ ഷോക്സ് ഉണ്ടാകുമ്പോൾ അത് ഡിമാൻഡിനെയും സപ്ലൈനെയും ഇൻക്രീസ് ചെയ്യുമെങ്കിലും ഡിമാൻഡിലെ ആ ഇൻക്രീസ് വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് എ ടൈം ഗ്യാപ്പ്. A time gap will take to create an increase in demand. അതിൻ്റെ ഡിമാൻഡ് സൈഡ് എഫക്റ്റ് കൊണ്ടുവരാൻ ഒരു ടൈം ഗ്യാപ്പ് എടുക്കും. അതേസമയം സപ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുകയും ചെയ്യും. അതായത് ഒരു പോസിറ്റീവ് ടെക്നോളജിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ആഗ്രിഗേറ്റ് സപ്ലൈ വർദ്ധിക്കും. സപ്ലൈയിൽ ഉണ്ടാകുന്ന വർധനവും ആയിരിക്കും. പക്ഷേ ഡിമാൻഡിൽ വർധനവ് ഉണ്ടാകും, പക്ഷേ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഒരു ഗ്യാപ്പ് പീരീഡിൽ ആ ഒരു ഗ്യാപ്പ് പീരീഡിൽ ദർ വിൽ ബി ആൻ അൺഎംപ്ലോയ്മെൻറ്റ്. കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് അവിടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ അളവിൽ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ സപ്ലൈ കൂടുതലായിട്ട് വർദ്ധിക്കുകയും ഡിമാൻഡ് കുറഞ്ഞ അളവ് വർദ്ധിക്കുകയും ചെയ്താൽ ഇൻകവും ഔട്ട്പുട്ടും കുറഞ്ഞ അളവിലേ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ്, അതൊരു വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ആണെന്ന് കൂടി ഇവർ പറഞ്ഞു. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനിട്ടല്ല, തൊഴിൽ കിട്ടാൻ അവരതിനെ ഈ ഒരുപക്ഷെ വർക്കും ലിസ്റ്ററും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺ കൊണ്ട് അവർ തൊഴിലിൽ പോകാത്തതായിരിക്കാം. അപ്പോൾ വോളണ്ടറി ആയിട്ട് അവർ തൊഴിലെടുക്കാണ്ട് ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവിടെ സംഭവിക്കുന്നുള്ള കാര്യവും കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റായിട്ടും അവർ പറയുന്നു. So this is the ADAS model in the real business cycle theory. Thank you.